സംസ്ഥാനത്തെ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ഇടത് സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച കിലോ നെല്ലിന് ₹1 വർധന രണ്ടാം പിണറായി സർക്കാർ അധികാരമേറി വർഷം പിന്നിട്ടിട്ടും കർഷകർക്ക് നൽകിയിട്ടില്ല. ₹1 വർദ്ധിപ്പിച്ചതിന്റെ മറവിൽ തൊഴിലാളി സംഘടനകൾ 3 തവണയാണ് കൂലി വർദ്ധിപ്പിച്ചത്. ഫലത്തിൽ വർദ്ധിപ്പിച്ച ₹1 കർഷകന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് ഇരട്ടി കൂലി നൽകേണ്ട അധിക ഭാരവും കർഷകരുടെ മേൽ സർക്കാർ അടിച്ചേൽപ്പിച്ചു. ന്യൂസ് 18 അന്വേഷണം. VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് വലിയ ആഘോഷമായി പ്രഖ്യാപിച്ചതാണ് നെല്ലിന് കിലോയ്ക്ക് ₹1 വർധനവ്. സർക്കാർ പ്രഖ്യാപിച്ച കണക്ക് പ്രകാരം കർഷകന് ക്വിന്റലിന് കിട്ടേണ്ടത് ₹2840. എന്നാൽ ഇപ്പോഴും ലഭിക്കുന്നതാകട്ടെ പഴയ തുകയായ ₹2828 മാത്രം. വർധനവ് വാഗ്ദാനമായി മാത്രം ഒതുങ്ങിയപ്പോൾ കർഷകന്റെ നെറുകും തലയ്ക്കടിച്ചുകൊണ്ടായിരുന്നു ₹1 മേൽ തൊഴിലാളി സംഘടനകൾ കൂലി വർധനവ് നടത്തിയത്. സ്ത്രീ തൊഴിലാളികളുടെ കൂലി 450 നിന്ന് വർദ്ധിപ്പിച്ച് ₹600. ഭക്ഷണ ചെലവുൾപ്പെടെ ₹700. 8 മണി മുതൽ 2 മണി വരെയാണ് ജോലി സമയം. പുരുഷന്മാരുടേത് ₹700 നിന്ന് ₹1000 ഉയർത്തി. കൃഷി വകുപ്പ് മന്ത്രിയാണെങ്കിലും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണെങ്കിലും ഫോണൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് വളരെ അനുഭാവപൂർവ്വം സംസാരിക്കും. പക്ഷെ അവരുടെ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ഭീഷണിപ്പെടുത്തിയുള്ള സംസാരിക്കും. നിങ്ങൾ മാത്രമേ ഉള്ള കൃഷിക്കാർ, മറ്റവരെ മറിച്ചവരെന്ന് പറയും. അത് ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൃത്യമായ മറുപടി അങ്ങോട്ട് കൊടുക്കും. കാരണം അവനൊക്കെ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വിയർപ്പിൻ്റെ വിലമാണ്. അല്ലാതെ അവരുടെ ഒന്നും ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നും ഇവർക്കാർക്കും കൊടുക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ വിയർപ്പിൻ്റെ വിലയാണ് ഇവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് ഞാൻ വർത്താനം പറയാം. കർഷകനില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് നശിച്ചു പോകും. ആ ഒരു ബോധ്യം ഈ ഗവൺമെൻറ്റിന് ഇല്ലാത്തടത്തോളം കാലം ഈ വകുപ്പ്, ഈ കാർഷിക മേഖല രക്ഷപിടിക്കത്തില്ല, കാർഷിക മേഖല ഗുണം പിടിക്കത്തില്ല. എല്ലാ രീതിയിലും കൂലി വർധന ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 20 പൈസ നെല്ലിന് വില കൂട്ടിയപ്പോൾ 3 കൊല്ലം മുമ്പ് വില കൂട്ടി 20 പൈസ കൂട്ടിയാണ്. ആ സമയത്ത് തന്നെ എല്ലാ രീതിയിലുള്ള കൂലി വർധന, വളവിടുന്നതിന് ₹700 ഇപ്പോൾ ₹900 മരുന്നടിക്കുന്നതിന് 80 ആയിരുന്നു, അത് 100 ആക്കി. എന്നിട്ടും ഇത്രയും കൃഷിക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 20 പൈസ കൂട്ടിയത് ഈ 4 വർഷമായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ആ നെല്ലിൻ്റെ പൈസയോ ഹാൻഡ്ലിംഗ് ചാർജ് വർധനയോ ഉണ്ടായതോ ഇതൊന്നും കൃഷിക്കാർക്ക് കിട്ടിയിട്ടില്ല. ഒരേക്കറിൽ വിത്ത് വിതയ്ക്കുന്നതിന് ₹550 ആയിരുന്നുവെങ്കിൽ കിട്ടാത്ത ₹1 വർധനവിന്റെ മേൽ കൃഷിക്കാരന് കൂലി നൽകേണ്ടി വരുന്നത് 900 മുതൽ 1000 വരെ. വളമിടുന്നതിനും സമാനമായ വർധനവുണ്ടായി. ഏക്കറിൽ മരുന്നടിക്കുന്നതിന് ₹70 എന്നത് ₹100. കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് സമാനതകളില്ലാത്ത രീതിയിൽ ഇടതു തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ മുൻകൈയെടുത്ത് ₹1 വർധനവിന്റെ മറവിൽ അമിത കൂലി വർധനവ് നടപ്പിലാക്കിയത്. എന്നാൽ കർഷകന് നൽകാനുള്ള തുക സംബന്ധിച്ച് സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഇതിനു പുറമെയാണ് സംഭരിച്ച വകയിൽ കോടികൾ കർഷകർക്ക് നൽകാനുള്ളത്. തകഴിയിലും കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിലും കൃഷി ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഉപജീവന മാർഗത്തിന് മറ്റു മേഖലകൾ കണ്ടെത്താൻ ഏറെ പരിമിതിയുള്ള കുട്ടനാട്ടുകാരെ സർക്കാർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. തൽസ്ഥിതി തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കപ്പെട്ട കണ്ണീർ പാടങ്ങൾ കർഷകരുടെ ശവപ്പറമ്പായി മാറും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.